വയനാട് മണ്ഡലം വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ മത്സരം. കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിലെ നിഷ്പക്ഷ വോട്ടർമാരും രാഹുൽ ഒഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രിയങ്കയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൻ്റെ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസുകാർ. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ കന്നി അംഗത്തിനിറങ്ങുമ്പോൾ എതിരാളി ആരെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. CPI സ്ഥാനാർത്ഥിയായി ആനി രാജ വീണ്ടും മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതിനാൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് മത്സരിക്കാനെത്തുമ്പോൾ CPI മത്സരത്തിൽ നിന്ന് പിന്മാറണം എന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് CPI വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. ദേശീയ തലത്തിലെ എതിരാളികൾ കോൺഗ്രസും BJPയുമാണ്. ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ ആരാവും BJP സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് ഉയരുന്നത്. രാഹുലിനൊപ്പം മത്സരിച്ചത് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ്. രാഹുലിനെതിരെ അതിശക്തനായ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ച K സുരേന്ദ്രന് പക്ഷേ കെട്ടിവെച്ച കാശുപോലും നഷ്ടപ്പെട്ടു. അതിനാൽ വീണ്ടും ഇവിടെ മത്സരിച്ച് നാണം കെടാൻ സുരേന്ദ്രൻ എത്തില്ലെന്ന് ഉറപ്പാണ്. പ്രിയങ്കയെ നേരിടാൻ സ്മൃതി ഇറാനിയെ BJP കളത്തിലിറക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അമേഠിയിലെ അപ്രതീക്ഷിത തോൽവിക്ക് മധുര പ്രതികാരം നൽകാൻ വയനാട്ടിലേക്ക് സ്മൃതി ഇറാനി വരുമോ? പ്രിയങ്ക മാത്രമല്ല, ഭർത്താവ് റോബർട്ട് വാദ്ര കൂടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ കുടുംബാധിപത്യം എന്ന് ആക്ഷേപിക്കുമ്പോഴും ദക്ഷിണേന്ത്യയിലും ചുവടുറപ്പിക്കാനുള്ള നെഹ്റു കുടുംബത്തിന്റെ നീക്കത്തെ BJP ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളെ തന്നെ കളത്തിലിറക്കി പോരാടാനായിരിക്കും BJPയുടെ നീക്കം. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ജോർജ് കുര്യനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതുമെല്ലാം ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള വയനാട്ടിൽ നേട്ടമാകുമെന്ന് BJP നേതൃത്വം ചിന്തിക്കുന്നു. അതോടെയാണ് അമേഠിയിൽ തോറ്റെങ്കിലും സ്മൃതി ഇറാനിയെ വയനാട്ടിലിറക്കാൻ BJP ആലോചിക്കുന്നത്. ഇതോടെ വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിലെ വനിതകൾ തമ്മിലുള്ള പോരായി മാറാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും മുന്നണി മികച്ച നേട്ടമുണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പരസ്പരം മത്സരിക്കുന്നതിനെ BJP ആയുധമാക്കിയേക്കാം. പക്ഷേ മത്സര രംഗത്തു നിന്ന് മാറി നിൽക്കുന്നത് BJPക്ക് വളരാനുള്ള സാഹചര്യമൊരുക്കുമെന്നാണ് CPIയുടെ വിലയിരുത്തൽ. പരമ്പരാഗതമായി UDF മണ്ഡലമായ വയനാട്ടിൽ പ്രിയങ്കയുടെ വരവ് കൂടുതൽ ആവേശം സൃഷ്ടിക്കുമെന്ന് വ്യക്തമാണ്. 3.64 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇക്കുറി രാഹുൽ ഗാന്ധി ജയിച്ചത്. പ്രിയങ്കയെത്തുമ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ നേടിയ 4.31 ലക്ഷത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമെന്നാണ് UDF വിലയിരുത്തൽ. വയനാട് വീണ്ടും തിരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക്. പ്രിയങ്കയെ വരവേൽക്കാൻ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒരുങ്ങിക്കഴിഞ്ഞു.